ഇയേഴ്സ് ഞാൻ ചെയ്യുന്നത് രണ്ട് കളറിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ബ്ലാക്കിലും ഒന്ന് നമ്മൾ ഏത് കളറാണോ ബോഡിക്ക് എടുത്തത് ആ ഒരു കളറുമാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യാം. നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഈ ടൈലിൻ്റെ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാം. നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഈ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാണ്. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ സെക്കൻഡ് റൗണ്ടിൻ്റെ ടോപ്പിൽ ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. സെക്കൻഡ് റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസിങ്, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസിങ് എന്നുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 1 സെയിമിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, അടുത്തതിൽ 2 എണ്ണം ചെയ്തു. ഇനി നമ്മൾ അടുത്തതിൽ 1 ചെയ്യാം. പിന്നെ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 എണ്ണം ചെയ്യുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 9 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇനി ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 9 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്നൊന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് 9 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുമല്ലോ, അവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് അല്ല ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുകയാണ്. ഈ തേർഡ് റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസ് 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. 1 ഞാൻ ഓൾറെഡി ചെയ്തു. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 ചെയ്യുക. അപ്പോൾ 1 1 ആയി. പിന്നെ അടുത്ത ചെയിനിൽ മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 2 ചെയിനിലും 1 1 ചെയ്യുക. ഒരു ചെയിനിൽ 1 ചെയ്യുക. രണ്ടാമത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇനി മൂന്നാമത് വരുന്ന ചെയിനിലാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1 1 ചെയ്യാം. സെയിം തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. സെക്കൻഡിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. തേർഡ് ചെയിനിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മൾ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഫോർത്ത് റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ 5 മുതൽ 6 7 അങ്ങനെ 3 റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്.
ഓരോ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ടോട്ടൽ നമുക്ക് ഓരോ റൗണ്ടിലും 15 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. അങ്ങനെ നമ്മൾ ഒരു 3 റൗണ്ടും കൂടി ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യുക. അടുത്ത ചെയിനിൽ ആ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്ക് എത്തുമ്പോൾ അങ്ങനെ നമുക്ക് 3 റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 3 റൗണ്ടും കൂടി ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ലാസ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ ഈ റൗണ്ടിൽ നമ്മൾ 8ാമത്തെ റൗണ്ട് ചെയ്യുന്നത് 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ 1 ചെയ്തു, 2, അടുത്ത ചെയിനിൽ 3, അങ്ങനെ 3 സിംഗിൾ ക്രോഷ്യ ഓരോ ചെയിനിലും ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെയും 5ാമത്തെയും സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡിക്രീസിങ് ചെയ്തു. ഇനി 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1, 2, 3 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെ ചെയിനിലും 5ാമത്തെ ചെയിനിലും ഫ്രണ്ട് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിലോ അതിൻ്റെ അടുത്ത ചെയിനും നമ്മൾ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഇയേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബ്ലാക്ക് കളർ 2 കളേഴ്സിലായിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, ഞാൻ കട്ട് ചെയ്യാം. നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പം 2 കളേഴ്സിലായിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങളതുപോലെ 2 കളേഴ്സിലാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു കൊമ്പാണ്. അപ്പോൾ കൊമ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മാജിക് സർക്കിൾ ചെയ്യുക. അതിൽ ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സർക്കിളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ടൈലിൻ്റെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ്, അടുത്തതിൽ ഇൻക്രീസിങ് ചെയ്യുക. ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ചെയിൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അങ്ങനെ റൗണ്ട് സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ലാസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി തേർഡ് റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്ത ചെയിനിൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ഒന്ന് നമ്മൾ ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയ്യാം. മൂന്നാമത്തെ സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നാലാമത്തെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അഞ്ചാമത്തേത് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഫോർത്ത് റൗണ്ടും സെയിം തന്നെ, ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തേർഡ് റൗണ്ടും ഫോർത്ത് റൗണ്ടും നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ടു 3 4 നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് വലുപ്പത്തിൽ ഞാൻ യാണിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഈ ഒരു ടൈലൻറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് കിട്ടുക. ഇതുപോലെ നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. 1 2 3 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിൽ അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3 അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4 5 ചെയിനിട്ട് ചെയ്തപ്പോൾ നമുക്ക് 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയത്. ഇനി ലാസ്റ്റ് ചെയ്ത ചെയിനിൽ 3 ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം 1 ചെയ്തു, ഇപ്പോൾ രണ്ടാമതും ചെയ്യാണ്. ഈ ചെയിനിൽ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തുള്ള 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ചെയ്ത ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യാം, യാണ് കട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ചെറിയ ലിപ്സാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വലിയ ലിപ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 ചെയിൻ ചെയ്ത ആ ഒരു ചെയിൻ സ്റ്റിച്ച് കൂട്ടി കൊടുത്താൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 5 ഉള്ളത് 7 ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ 8 ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഈ വരുന്ന യാണൊക്കെ ഒന്ന് നമുക്ക് കെട്ടി കൊടുക്കാം. ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇതിൻ്റെ 2 ഐസ് അറ്റാച്ച് ചെയ്യണം. അപ്പം ഞാനിവിടെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 9ാമത്തെ ഇത് ഇവിടെ റോല് ഞാനൊരു